ഇറാനുമായുള്ള യുദ്ധം 6-ാം ദിവസത്തിലേക്ക് കടന്നു. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ ഇസ്രയേൽ സേന ബോംബാക്രമണം തുടരുകയാണ്. ഇറാഖ് അതിർത്തിയിൽ നിന്ന് നൂറുകണക്കിന് ഖുർദിഷ് പോരാളികൾ ഇറാനിലേക്ക് കടന്ന് കരമാർഗം ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേൽ അമേരിക്കൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാനിലെ പടിഞ്ഞാറൻ മേഖലകളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് വഴിയൊരുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവില 3% വർദ്ധിച്ചു. കടുത്ത ഇന്ധനക്ഷാമം മൂലം ക്യൂബയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഖനിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 70 കുട്ടികളടക്കം 200-ലധികം പേർ മരിച്ചു. ന്യൂസിലൻഡ് T20 ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ആഗോള പ്രശ്നങ്ങൾക്ക് സൈനിക നീക്കം ഒരു പരിഹാരമല്ല എന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന് വ്യക്തമാക്കി. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി അമേരിക്ക ഇന്ത്യൻ നാവിക തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വാർത്തകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഇറാനിയൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐറിസ് ഡെന തകർക്കപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര നാവികാഭ്യാസമായ മിലൻ 2026-ൽ പങ്കെടുക്കാനാണ് ഈ കപ്പൽ എത്തിയത്. ഫെബ്രുവരി 18 മുതൽ 25 വരെ നടന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലും ഈ ഇറാനിയൻ യുദ്ധക്കപ്പൽ പങ്കാളിയായിരുന്നു. വിശാഖപട്ടണത്ത് ആയിരുന്ന സമയത്ത് കപ്പലിലെ ജീവനക്കാർ നഗരത്തിലെ മാളുകളും കൈലാസഗിരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിച്ചിരുന്നു. നാട്ടുകാർക്കൊപ്പം അവർ എടുത്ത സെൽഫികളും ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സൈനിക അഭ്യാസങ്ങൾ പൂർത്തിയാക്കി ഇറാനിലേക്ക് മടങ്ങുന്ന വഴിയാണ് ശ്രീലങ്കൻ തീരത്തിന് സമീപം വെച്ച് അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ കപ്പൽ തകർക്കപ്പെട്ടത്. ഇന്ത്യയുടെ അതിഥിയായി എത്തിയ ഒരു കപ്പൽ മടക്കയാത്രയിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. നാവികസേനയുടെ ഒരു അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിലാണ് കപ്പൽ തകർന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പെന്റഗൺ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്ത്രപ്രധാനമായ ഭാഗത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.